നിങ്ങൾ പാപികളല്ല പിന്നെയോ? നമസ്കാരം, വെൽക്കം, വന്ദനം, സ്വാഗതം. മത പ്രവർത്തകർ, മതസംരക്ഷകർ, മതത്തെ താങ്ങി നിർത്തുന്നവർ, പ്രചരിപ്പിക്കുന്നവർ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പടയാളികളായി പാപികളെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, അവർ പൊതുവായും പുരോഹിതവർഗമാണ് എന്ന് ഞാൻ പറയാതെ അവർക്കും അറിയാം. ഇവരുടെ എല്ലാം കണ്ണിൽ സാധാരണക്കാരായ ആളുകൾ പാപികളാണ്. ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ചില വീഡിയോകളിൽ ഈ ഒരു പ്രശ്നത്തെ ഒന്ന് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേണ്ടത്ര ശ്രദ്ധയോടെ ഈ ഒരു യാഥാർത്ഥ്യത്തിൽ കേന്ദ്രീകരിച്ച് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടില്ല. ഇത് വളരെയധികം പ്രാവർത്തികമായ ഒരു പ്രശ്നമാകയാൽ ഇതിനെപ്പറ്റി കുറച്ചുകൂടി വ്യക്തത പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായി ഈ ഒരേ ഒരു ആശയത്തെ കേന്ദ്രീകരിച്ച് ചില ചിന്തകൾ എവരുമായി പങ്കിടുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. മനുഷ്യൻ പാപിയാണ് എന്ന് പറഞ്ഞ് അവൻ്റെ വ്യക്തിത്വത്തിൽ വരുത്തി വയ്ക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ എത്ര ഭീകരമാണ് എന്ന് ഓരോ വർഷം കഴിയും തോറും എൻ്റെ മനസ്സിൽ ഇതിനെപ്പറ്റിയുള്ള ചിന്തയും ഭാരവും വർദ്ധിച്ചു വരികയാണ്. കാരണം അനേകം ആളുകൾ അവർക്ക് സംഭവിച്ചിട്ടുള്ള വലിയ വൈകല്യങ്ങൾ, ഡിസ്റ്റോർഷൻസ് ഓഫ് ദെയർ പേഴ്സണാലിറ്റി, അതിൻ്റെ ഭാരവും പേറിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇപ്പം നമ്മളൊരാളെ കണ്ടിട്ട് 10 പേര് കൂടി അവനോട് പറയുകയാണ്, നീ ഒരു ബുദ്ധുവാണ്, നീ ഒരു വിഡ്ഢിയാണ്, നീ ഒരു മെൻ്റലി റിട്ടാർഡഡ് ഇഡിയറ്റാണ്, അല്ലെങ്കിൽ നീ ഒരു മൊണ്ണയാണ് എന്നൊരു 10 ദിവസം, 1 മാസം, 2 മാസം പറഞ്ഞാൽ അവനൊരു മൊണ്ണയായിത്തീരും. വാക്കുകൾക്ക് അത്രമാത്രം ശക്തിയുണ്ട് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ നാം പിറന്നപ്പോൾ തൊട്ട് ഇന്ന് വരെ കേൾക്കുന്നത് നീ പാപിയാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവർക്ക് നല്ലതായി പ്രയോഗിക്കാൻ ഒരു ചൂരലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അന്യാധീനപ്പെട്ടു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അത് വലിയ സന്തോഷത്തോടു കൂടെയാണ് ഒരു വലിയ വാള് പോലെ എടുത്ത് വീശിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? യേശു എങ്ങനെയാണ് ആളുകളുമായി സമ്പാദിച്ചത്, ഇടപെട്ടത്? അവരുടെ ജീവിതത്തിൽ എപ്രകാരമുള്ള ആശ്വാസമാണ് പകർന്നത്? യേശുവിനെ കണ്ടെത്തിയത് മൂലം ജനങ്ങളുടെ വ്യക്തിത്വത്തിൽ വന്ന അത്ഭുതകരമായ മാറ്റം എന്തായിരുന്നു? അതിൽ പ്രവർത്തിച്ച മർമ്മം എന്തായിരുന്നു? യേശു എന്തുകൊണ്ടാണ് പാപത്തിൻ്റെ അന്ധകാരത്തിൽ കൂടെ വ്യക്തികളെ കാണാതിരുന്നത് എന്നതിനെപ്പറ്റി ആർക്കും എന്താണ് ചിന്തയില്ലാത്തത്? ഞാൻ വളരെ ആലോചിക്കുകയും അതിനെപ്പറ്റി അത്ഭുതപ്പെടുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി ഞാൻ നടത്തിയിട്ടുള്ള ചെറിയ ധ്യാനങ്ങളിൽ വെളിപ്പെട്ട് വന്നിട്ടുള്ള 1-2 ലളിതമായ കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. പാപം എന്താണ്, എന്തല്ല എന്നതിനെപ്പറ്റി അല്പം കൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് അതിനോട് അടുപ്പമുണ്ട് അല്ലെങ്കിൽ സാമ്യമുണ്ട് എന്ന് തോന്നാവുന്നത്, എന്നാൽ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ മറ്റൊരു പദം കൂടെ ഇതിനോടനുബന്ധിച്ച് ചിന്തിക്കുക. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ കോൺസെപ്റ്റ് ബെറ്റർ ഇൻ റിലേഷൻ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ്, കോറിലേറ്റീവ് ഓപ്പോസിറ്റ്. ഇപ്പോൾ പാപത്തോടടുത്ത് നിൽക്കുന്ന ഒരു പദമാണ് തെറ്റ്. എൻ്റെ ജീവിതത്തിലൊരു തെറ്റ് സംഭവിച്ചു പോയി. എൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു, അത് പാപമാണോ അല്ലയോ? ഇത് ഏതാണ്ട് തുറന്ന മനസ്സോടെ അന്വേഷിക്കുമ്പോൾ ഈ പാപം മനുഷ്യർക്കെതിരെ ആയുധമായി ഉപയോഗിക്കുന്ന ഈ മതപരമായ സംവിധാനം അല്ലെങ്കിൽ കാഴ്ചപ്പാട്, പ്രവർത്തന രീതി തികച്ചും പൈശാചികമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ലോകത്തിലെ ഏറ്റവും വലിയ പാപം, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പാപം, വ്യക്തികളെ പാപികളായി മാത്രം കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടുതൽ വിലയില്ലാത്തവരായി അവരെ ചപ്പും ചവറുമായി അധപ്പതിപ്പിക്കുകയും അതിൽ കൂടെ ഏതോ മതപരമായ സായുജ്യം കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഈ പൈശാചികമായ സമീപനമാണ് എന്നതിനെപ്പറ്റി ഇപ്പോൾ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു കാലത്ത് വേണ്ട വ്യക്തതയില്ലായിരുന്നു, ഇപ്പോൾ പരിപൂർണ വ്യക്തതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പാപം ഇത് തന്നെയാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനിൽ പാപം മാത്രം കാണുക. മാത്രവുമല്ല, ഒരു വ്യക്തിയെ അവൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തോടെ തുല്യമാക്കി അവനിൽ ആ ഒരു സംഭവമല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് കണ്ണമടച്ച് വിശ്വസിച്ച് അങ്ങനെ വിശ്വസിക്കുന്നതിൽ കൂടെ ഏറ്റവും ക്രൂരമായി മനുഷ്യത്വരഹിതമായി അവനോട് ഇടപെടുക അല്ലെങ്കിൽ അവളോട് ഇടപെടുക, ഇങ്ങനെയുള്ള പ്രവണതകൾ പ്രത്യേകിച്ച് മതമേഖലയിൽ എക്കാലത്തും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നത് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നന്നായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്ന വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് യേശു ഇടപെടുന്ന വിധം. ഞാൻ ആ സംഭവത്തെപ്പറ്റി മുൻപ് പ്രതിപാദിച്ചിട്ടുള്ളതുകൊണ്ട് ഈ വീഡിയോയിൽ അതിനെപ്പറ്റി ഒന്നും പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. അത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നാം പണ്ട് തൊട്ടേ പറയാറുണ്ട്, മനുഷ്യരാണെങ്കിൽ അവൻ തെറ്റ് ചെയ്തിരിക്കും. ടു എർ ഈസ് ഹ്യൂമൻ, ഓർ ടു ബി ഹ്യൂമൻ ഈസ് ടു എർ. എർ എന്ന് പറഞ്ഞാൽ ടു കമ്മിറ്റ് മിസ്റ്റേക്സ്. മനുഷ്യനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിരിക്കും. എന്നാൽ എല്ലാ തെറ്റുകളും പാപമാണ് എന്ന ഒരു ഭോഷത്വം നിറഞ്ഞ ഒരു കാഴ്ചപ്പാട് സങ്കല്പവുമാണ് പ്രത്യേകിച്ച് പുരോഹിത വർഗത്തിലുള്ളവർക്ക് ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം. അത് വിവരമില്ലാത്തത് കൊണ്ട് വിവരദോഷികൾക്കാണ് ഇങ്ങനെയുള്ള വലിയ വലിയ നിശ്ചയം, എല്ലാറ്റിനെയും പറ്റി ഉത്തമ ബോധ്യമുള്ളത് ഒട്ടുമുക്കാലും വിവരദോഷികൾക്കാണ് എന്നൊരു യാഥാർത്ഥ്യം പ്രത്യേകിച്ച് മതമേഖലയിൽ ഇങ്ങനെ മുറ്റി നിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ മറ്റ് പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് ഒറ്റ ഒരു ഉദ്ദേശത്തിനാണ്. നിങ്ങൾ അർഹിക്കുന്ന ആശ്വാസം ആരും നിങ്ങളിൽ നിന്ന് അന്യാധീനപ്പെടുത്തരുത്. അനാവശ്യമായ അടിസ്ഥാനരഹിതമായി നിങ്ങളെ ആരും അലട്ടുകയും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വില നിങ്ങളിൽ നിന്ന് കവർന്ന് കൊണ്ടുപോവുകയും ചെയ്യരുത്. നിങ്ങൾ അർഹിക്കുന്ന അഭിമാനവും ആന്തരികമായ എന്താണ് പറയുന്നത്, സെൽഫ് വർത്ത്, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വിലയും നിങ്ങൾ അറിയുകയും അതിൽ സന്തോഷിക്കുകയും അതിനെ കൂടുതലായി വളർത്തി നിങ്ങളുടെ വ്യക്തിത്വം ഒരു വലിയ ആത്മീയ സന്തോഷത്തിൻ്റെ പ്രതിഭാസമാക്കി മാറ്റുവാൻ ഇടയാകുകയും ചെയ്യണം എന്ന ഒരു വലിയ ആഗ്രഹത്തിലാണ്, പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചിന്തകൾ പങ്കിടുന്നത് എന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യ ജീവിതത്തിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന് തെറ്റുകൾ ചെയ്യുന്നു, രണ്ട് പാപം ചെയ്യുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ ആണെങ്കിൽ അവൻ്റെ പരിമിതികൾ വളരെ അധികമായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമെന്നത് അനിവാര്യമാണ്. തെറ്റ് ചെയ്യാത്ത ആരും ലോകത്തിലില്ല. തെറ്റ് സംഭവിക്കാത്ത ഒരു ജീവിതവും ലോകത്തിലില്ല. എത്ര വലിയ പരിശുദ്ധനാണെന്ന് പറഞ്ഞാലും അവൻ്റെ ജീവിതത്തിൽ തെറ്റ് വരും എന്ന സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ കൂടെ നമ്മെ അറിയിക്കുന്നു. യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ സ്നേഹവും വാത്സല്യവും അതിലല്ലാതെ അനുഭവിച്ച് യേശുവിൻ്റെ വിശ്വാസമാർജിച്ച്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നത് പിൽക്കാലത്തെ ആളുകൾ എഴുതി ചേർത്തതാണെങ്കിലും
അപ്രകാരം ഒന്ന് സാധ്യത ചിന്തിക്കാൻ പോലും വഴിയൊരുക്കുന്ന വിധത്തിൽ യേശു പത്രോസിനെ കരുതിയിരുന്നു, സ്നേഹിച്ചിരുന്നു, പത്രോസിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. ആ പത്രോസിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യേശു അവന് താക്കീത് നൽകിയിരുന്നുവെങ്കിലും അവൻ 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു. ആവർത്തിച്ച് ഒരേ തെറ്റ് തന്നെ സംഭവിച്ചു 3 തവണ. എന്തുകൊണ്ടാണ് ഈ സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പത്രോസിനെ കൊച്ചാക്കാനല്ല, പിന്നെയോ എല്ലാവരും എക്കാലത്തും അവരുടെ ആശ്വാസത്തിനും അവരുടെ പ്രത്യാശയ്ക്കും നിദാനമായി മനസ്സിലാക്കേണ്ട സത്യം, നാം ആരായാലും, നാം ഏത് ആത്മീക കൊടുമുടിയിൽ വസിക്കുന്നവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിരിക്കും. എന്നാൽ ഈ തെറ്റും ഈ പറയപ്പെടുന്ന പാപവും തമ്മിൽ രാത്രിയും പകലും പോലെ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം അറിയുക ഓരോ വിശ്വാസിയുടെയും അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികളുടെയും അടിസ്ഥാന ആവശ്യവും കടമയുമാണ്. എന്താണ് വ്യത്യാസം? ഇത് അറിയുന്നതിന് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു അനുഭവത്തിൽ കൂടെ ചിന്തിക്കുന്നത് സഹായിക്കും. നാം കുറച്ച് പുറകോട്ട് പോയിട്ട് നമ്മുടെ ചെറുപ്പകാലം നാം എങ്ങനെയാണ് നടക്കാൻ പഠിച്ചത്? എത്രയോ തവണ വീണും എഴുന്നേറ്റും അവിടെ മുട്ടിയും ഇവിടെ മുട്ടിയും, അവിടെ കസേരയിൽ പോയി മുട്ടി, ഇവിടെ മേശയുടെ കോണിൽ പോയി തല ചെന്ന് മുട്ടി, അവിടെ വാതിലിൻ്റെ പാതി അടഞ്ഞു കിടന്ന വാതിലിൽ പോയി മുട്ടി, കാല് തെറ്റി വീണു. അങ്ങനെ എത്രയോ തവണ, 100 കണക്കിന് തവണകൾ തെറ്റ് ചെയ്തിട്ടാണ് നാം നടക്കാൻ പഠിച്ചത്. ഒരു കുട്ടി കാൽ തെറ്റി വീഴുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയോട് പറയുകയാണ്, നീ ഇനി തൊട്ട് നടക്കരുത്, നിനക്ക് നടക്കാൻ യോഗ്യതയില്ല, നടക്കുക എന്നത് എന്നേക്കുമായി നിഷേധിച്ചിരിക്കുന്നു, നീ ഇനി മുതൽ ഇരുന്ന് നിരങ്ങിക്കോണം എന്ന് പറയുന്നതിനകത്ത് വല്ല യുക്തിയുണ്ടോ? ഇങ്ങനെ അനേകം തവണ വീഴുന്നതിൽ കൂടെ മാത്രമേ ഒരു കുഞ്ഞ്, വളരുന്ന ഒരു പൈതൽ നടക്കാൻ പഠിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നാം വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ വന്നപ്പോൾ ആദ്യകാലങ്ങളിൽ എത്രയോ തവണ എത്രയോ തെറ്റുകൾ. അപ്പോൾ ഒരു കുട്ടി തെറ്റായൊരു ഉത്തരം കാണുമ്പോൾ ടീച്ചർ പറയുകയാണ്, നീ ഇനി പഠിക്കാൻ കൊള്ളത്തില്ല, ഇവിടുന്ന് പൊക്കോ, ഇങ്ങോട്ട് വരണ്ട, ഇപ്പോൾ എവിടെയെങ്കിലും പോയി തൊലഞ്ഞോ എന്ന് പറയുമോ? അതുപോലെ ജീവിതത്തിൻ്റെ ഏത് തുറയിലും നമ്മളൊരു ജോലി ചെയ്യാൻ, ഒരു ഡോക്ടർ പഠിക്കാൻ പോകുന്നു, ആദ്യകാലങ്ങളിൽ തെറ്റ് വരും. ഒരൊറ്റ തെറ്റ് വരുമ്പോൾ സീനിയറായ ഡോക്ടർ പറയുകയാണ്, നീ എന്നെ പണിക്ക് കൊള്ളത്തില്ല, പോയി തൂങ്ങി ചാടി ചത്തോ എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ തെറ്റ് വരും. എന്തുകൊണ്ടാണ് തെറ്റ് വരുന്നത്? മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും മുൻപോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി പോലെയാണ്, ഒരു പ്രവാഹമാണ്. ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് പൂർണ്ണമായ അറിവില്ല. നാം അറിവ് പ്രാപിക്കുന്നത് ഈ തെറ്റ് ചെയ്യുന്നതിൽ കൂടെയാണ്. തെറ്റ് ചെയ്യുമ്പോഴാണ്, ഞാൻ കണക്ക് പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. കണക്ക് പ്രീ ഡിഗ്രിക്ക് A ഗ്രൂപ്പ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. അപ്പോൾ കണക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. എനിക്ക് ഓൾജിബ്ര ഇച്ചിരി പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനെ തെറ്റ് വരുമ്പോഴാണ് എൻ്റെ ബലഹീനത, എൻ്റെ പോരായ്മ എവിടെയാണ് എന്ന് കുറച്ചുകൂടെ വ്യക്തമായി എനിക്ക് മനസ്സിലാകുകയും ആ ബലഹീനതയെ ദൂരീകരിക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് കണക്കിൻ്റെ മേഖലയിൽ എനിക്ക് പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേത് വിജ്ഞാനത്തിൻ്റെ മേഖലയിലാണെങ്കിലും ഇപ്രകാരം മാത്രമാണ് മുൻപോട്ട് പോകുന്നത്. നാം ആരും എൻസൈക്ലോപീഡിയകളായിട്ടല്ല ജനിച്ചത്. ഞാൻ ആദ്യം ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ അനുഭവവും അറിവും
കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ എങ്ങനെ ആ സ്റ്റേജിൽ കയറി മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഈ പൊട്ടത്തരം വിളിച്ച് പറയുവാൻ നിനക്ക് ധൈര്യം തോന്നി മഠയ എന്ന് ഞാൻ എന്നോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ഒരു പ്രൊഫസർ എന്നെ വിളിച്ച് പറയാടാ നീ വെറും ഒരു മൊണ്ണയാണ്, ഈ പരിപാടിക്ക് നീ പോകരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം നരകമായി പോകത്തില്ലേ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ആദ്യത്തെ പ്രസംഗം നടത്തി ബിഷപ്പ് മൂർ കോളേജിൽ. എനിക്കതുകൊണ്ടാണ് കോളേജിനോട് വലിയ സ്നേഹവും നന്ദിയും ഉള്ളത്. ഞാൻ ആദ്യത്തെ പ്രസംഗം നടത്തി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന അന്നത്തെ ടീച്ചേഴ്സിന് വളരെ സ്നേഹമുണ്ടായിരുന്നു. ഒരു ടീച്ചർ എന്നോട് പറഞ്ഞത് എത്ര മനോഹരമായിരിക്കുന്നു, എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞു. അന്ന് ആ ഒരു നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി, ഇതെൻ്റെ ദൈവദത്തമായൊരു കൃപയാണ്. അത് ആ നിമിഷം മുതൽ വളർത്തിയെടുക്കുവാൻ ഞാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി ഈ ലോകത്തിൽ എത്രയോ രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുവാനും ചിന്തകൾ കൈമാറ്റം ചെയ്യുവാനും ഇടയായി. എന്നാൽ ആദ്യ അനുഭവത്തിൽ തന്നെ ഇത് നാമ്പിലെ നുള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അപ്പോൾ തെറ്റ് എന്താണ്? പാപം എന്താണ്? നാം ഏതെല്ലാം വീഴ്ചകളിൽ കൂടെ നമ്മെ തന്നെ മെച്ചപ്പെടുത്തുവാൻ കരുതുന്നുവോ, കൂട്ടാക്കുന്നുവോ, ശ്രദ്ധിക്കുന്നുവോ, ശ്രമിക്കുന്നുവോ, അതൊന്നും പാപമല്ല. അത് ബൗദ്ധികമായ കാര്യത്തിലാണെങ്കിലും സാമൂഹ്യപരമായ കാര്യത്തിലാണെങ്കിലും വൈകാരികവും ലൈംഗികമായ കാര്യത്തിലാണെങ്കിലും ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിലും ഔദ്യോഗിക മേഖലയിലാണെങ്കിലും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിലാണെങ്കിലും ഏതെല്ലാം വീഴ്ചകൾ വന്നിട്ടുണ്ടോ അതിൽ കൂടെ നാം നമ്മെ തന്നെ മെച്ചപ്പെടുത്തുവാൻ എപ്പോഴൊക്കെ കൂട്ടാക്കിയിട്ടുണ്ട്, ആ അനുഭവങ്ങൾ, ആ വീഴ്ചകൾ എന്തായാലും, എത്ര ഭീകരമായാലും, എത്ര ലജ്ജാകരമാണെങ്കിലും അതൊന്നും പാപമല്ല. അത് വെറും തെറ്റുകൾ മാത്രമാണ്. ഈ തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യരെ കുറ്റം വിധിക്കുന്നില്ല. തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കുറ്റം വിധിച്ച് അവൻ്റെ സാധ്യതകളുടെ നാമ്പ് നുള്ളുവാൻ തക്കവണ്ണം ദൈവം കഠിനഹൃദയനല്ല. ദൈവത്തിൻ്റെ ആർദ്ര കരുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അത് സഹായമായി തീരുക എന്നുള്ളതാണ്. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് നാം നമ്മുടെ മണ്ടത്തരത്തിലും നമ്മുടെ അപക്വതകളിലും അങ്ങ് തളർന്ന് ആശ്രയിച്ച് അടിഞ്ഞു കിടപ്പാനല്ല, പിന്നെയോ ഓരോ സന്ദർഭത്തിലും ഓരോ അനുഭവത്തിലും വീഴ്ചയുടെ അനുഭവങ്ങളിൽ നമുക്ക് സംഭവിച്ച തെറ്റ് എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ തിരുത്തിക്കൊണ്ട്, യേശുവിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ, നിങ്ങൾ കൂടുതൽ സൽഗുണപൂർണരായി ആയിത്തീരത്തക്കവണ്ണം മുൻപോട്ട് വളരുന്ന ഒരവസ്ഥയിൽ സൽഗുണപൂർണത പ്രാപിക്കുന്നതിന് വേണ്ടി നാം കടന്നു പോകേണ്ട അനിവാര്യമായ അനുഭവങ്ങൾ, സ്റ്റേജുകളിൽ കൂടെ നാം മുൻപോട്ട് പ്രയാണം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് പാപമാകുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇങ്ങനെയുള്ളൊരു സംവിധാനം സൃഷ്ടിച്ചതാരാണ്? നിങ്ങളോ ഞാനോ ആണോ? ദൈവം തന്നെയല്ലേ? അല്ലെങ്കിൽ നാം പരിപൂർണമായി വികസനം പ്രാപിച്ചവരായി പരിശുദ്ധന്മാരായി ജനിച്ചാൽ മതിയായിരുന്നുവല്ലോ. മനുഷ്യൻ ഇപ്രകാരം വീണും എഴുന്നേറ്റും മുറിവ് ഏറ്റും ചോര ഒലിച്ചും കൂടുതൽ ബോധ്യം പ്രാപിച്ചും അറിവ് വർദ്ധിപ്പിച്ചും അവനെ തന്നെ തിരുത്തിയും അവൻ്റെ ബലഹീനതകൾ മാറ്റി കൂടുതൽ ബലം പ്രാപിച്ചും സൽഗുണ പൂർണ്ണതയിലേക്ക് മുന്നേറണമെന്ന് തീരുമാനിച്ചത് നിങ്ങളും ഞാനുമല്ല. കരുണാനിധിയായ ദൈവം തന്നെയാണ്. എല്ലാം അറിയുന്ന ദൈവം തന്നെയാണ്. നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമായ ദൈവം തന്നെയാണ്. അങ്ങനെയുള്ള ദൈവത്തോടുള്ള പരാമർശത്തിൽ എൻ്റെ ജീവിതത്തിലൊരു തെറ്റ് വന്നു, നിങ്ങളുടെ ജീവിതത്തിലൊരു തെറ്റ് വന്നു, നീ മരിച്ചു പോകും, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, നീ ചത്തു,
നീ പാപിയാണ്, നീ പാപിയാണ്, ഇന്നു മുതൽ പുഴുവായ യാക്കോബ് എന്ന് പറയുകയും ചെയ്യും. ഇതിനേക്കാൾ വലിയ കുറ്റകൃത്യം, വാസ്തവത്തിൽ നിയമം കൊണ്ട് നിരാകരിക്കേണ്ട, ഇല്ലാതാക്കേണ്ട ഒരു അക്രമമാണ്. ഇതൊരു അതിക്രമമാണ്. മനുഷ്യരാശിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ലംഘനമാണ്, പാപമാണ്, അപരാധമാണ്. ഇറ്റ്സ് എ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. എന്നാൽ തെറ്റുകൾ പാപമായി രൂപാന്തരപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്കരിയോത്ത യൂദാവും കൂടെ ഈ കഥയിലുള്ളത്. യൂദാസ് ചെയ്തത് പത്രോസ് ചെയ്തതിനോട് ഏതാണ്ട് സമമാണ്. പിന്നെ ഇച്ചിരി പൈസ അവിടെ വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. അത് മിടുക്കായതുകൊണ്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ പത്രോസ് മണ്ടനും യൂദാസ് മിടുക്കനുമാണ്. അവന് 30 വെള്ളിക്കാശെങ്കിലും ഉണ്ടാക്കിയല്ലോ. ആ 30 വെള്ളിക്കാശിൻ്റെ ദശാംശം പള്ളിക്ക് കൊടുത്താൽ മിടുക്കൻ, ഒന്നാം തരം ക്രിസ്ത്യാനിയായി. പത്രോസിൻ്റെ ജീവിതവും യൂദാസിൻ്റെ ജീവിതവും തമ്മിൽ നാം ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യാസം എന്താണ്? പത്രോസ് തെറ്റ് ചെയ്തു, യൂദാസ് പാപം ചെയ്തു. എന്താണ് പാപം? അവൻ ചെയ്ത ഈ പ്രവൃത്തി അത് അവൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു അനുഭവമായി കാണാതെ അതിൽ കൂടെ ആ വീഴ്ചയുടെ കൂരിരുൾ താഴ്വരയിൽ നിന്നുകൊണ്ട് എല്ലാം പൊറുക്കുകയും ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ യഥാസ്ഥാനത്താക്കുവാൻ നിരന്തരം ജാഗരൂകമായി സന്മനസ്സോടെ പ്രവർത്തിക്കുന്ന ദയാലുവായൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുവാൻ കൂട്ടാക്കാതെ അതിനപ്പുറത്ത് യാതൊരു സാധ്യതയുമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഒടുക്കിക്കളയും എന്ന് വിചാരിച്ച് പോയി തൂങ്ങി ചത്ത ആ ഒരു നിലപാടിൽ മാത്രമാണ് ആ പ്രവൃത്തി പാപമായി തീർന്നത്. അങ്ങനെയാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് പറയുന്നത്. ഒരു തെറ്റിൻ്റെ ശമ്പളം മരണമാണെന്ന് പറയാനൊക്കെ. എന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണം തന്നെയാണ്. എന്താണ് പാപവും തെറ്റും തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? തെറ്റ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു കവാടമാണ്. പാപമോ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുന്ന, എന്നേക്കുമായി അടഞ്ഞു പോകുന്ന ഒരു കവാടമാണ്. ഇറ്റ്സ് എ ഡോർ ദറ്റ് ഈസ് ഷട്ട് ഫോർ എവർ. തെറ്റും പാപവും തമ്മിലുള്ള വ്യത്യാസം തീരുമാനിക്കുന്നത് പുരോഹിതനോ മെത്രാനോ പള്ളിയോ പട്ടക്കാരോ അല്ല, നാം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു വീഴ്ച അത് തെറ്റാണോ പാപമാണോ എന്ന് തീരുമാനിക്കാൻ ഒരു മെത്രാനും ഒരു കത്തനാർക്കും ഒരു കപ്പിയാർക്കും അവകാശമില്ല. അത് ഞാനും എൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ഈ ഉത്തരവാദിത്വ ബോധത്തിൻ്റെ കണക്ക് പറയേണ്ടതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്, ആ ഒരു സംവിധാനത്തിൽ മാത്രം, ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്വകാര്യമായ ഒരു യുക്തിയാണ്, ഒരു സാധ്യതയാണ്. ഇത് മനസ്സിലാക്കാതെ ഇടത്തോട്ട് നോക്കിയാൽ പാപികൾ, വലത്തോട്ട് നോക്കിയാൽ പാപികൾ, ഒന്ന് തുമ്മിയാൽ പാപം, ഒന്ന് കിടന്ന് 5 മിനിറ്റ് ഒന്ന് കിടന്നുറങ്ങിയാൽ പാപം, വലത്തേക്കാൽ മുമ്പോട്ട് വെച്ചാൽ പാപം, ഇടത്തേക്കാൽ പുറകോട്ട് വെച്ചാൽ പാപം, ഒന്ന് നോക്കിയാൽ പാപം, നോക്കിയില്ലെങ്കിൽ പാപം, ഇങ്ങനെ പാപം പാപം പറഞ്ഞ് അതുമാത്രം സിൻ ഒബ്സെസ്ഡ്. അങ്ങനെയുള്ള ആളുകളുടെ വ്യക്തിത്വം വലിയ രോഗാതുരമാണ്. പേഴ്സണാലിറ്റി ഈസ് സിക്ക്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികളെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ അല്പമെങ്കിലും ആത്മീയമായ തിരിച്ചറിവുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തിരിക്കുമ്പോൾ ശ്വാസം മുട്ടി നിങ്ങൾ അവിടെ നിന്നിട്ട് ഓടിപ്പോകേണ്ടതാണ്. കാരണം അവരുടെ ഉള്ളിൽ യാതൊരു മാനുഷികമായ മൃദുലതയോ എന്തെങ്കിലും കാര്യം നന്നാകാമെന്ന പ്രതീക്ഷയോ വിശ്വാസമോ ഇല്ല. അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ അവിശ്വാസികൾ. മനുഷ്യരെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ കൂടെ മാത്രം കാണും, അങ്ങനെ മാത്രമേ ഞങ്ങൾ കാണുകയുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നവരാണ് അന്ധകാരത്തിൻ്റെ ആത്മാക്കൾ. അവരുമായി സമ്പർക്കം പുലർത്തുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ദയവായി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ 1000 തെറ്റുകൾ സംഭവിച്ചാലും
നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് അവകാശമുണ്ട്. എന്നാൽ നിങ്ങളുടെ ഒരു തെറ്റിനെ നിങ്ങൾ പാപമാക്കി പരിവർത്തനം ചെയ്താൽ, പാപമാക്കി നിങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ അവസ്ഥ കഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ പഠിപ്പീരിൽ ആദ്യം മുതൽ അവസാനം വരെ നിലനിർത്തുന്ന ഏറ്റവും വലിയ ഊന്നൽ എന്താണ്? മനുഷ്യൻ വളരണം, അവൻ സൽഗുണ പൂർണ്ണതയിലേക്ക് വളരണം, അവൻ സമർത്ഥമായ ജീവൻ്റെ അവകാശിയായി തീരണം. അതിനോട് ബന്ധമുള്ള ആ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അവരെ സഹായിക്കുന്നത് ഒന്നും പാപമായി തീരുവാൻ സാധ്യമല്ല. തെറ്റുകൾ അനേകം സംഭവിച്ചാലും ഈ സൽഗുണ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിന് വിഘ്നം വരേണ്ട കാര്യമില്ല എന്ന് മാത്രവുമല്ല, അങ്ങനെ തെറ്റുകളിൽ കൂടെ ഉദിക്കുന്ന ഈ പുതിയ ബോധങ്ങൾ, തിരിച്ചറിവുകൾ, പരിജ്ഞാനങ്ങൾ, സത്യത്തെ കൂടുതൽ വ്യക്തമായി അറിയുവാനുള്ള സാധ്യതകൾ, അതിൽ കൂടെ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ. ചെറുപ്പത്തിൽ നാം നടക്കാൻ പഠിച്ചതുപോലെ, ചെറിയ ക്ലാസ്സുകളിൽ കണക്കും ഹിന്ദിയും സയൻസും പഠിച്ചതുപോലെ തെറ്റുകൾ ചെയ്യാതെ നമുക്ക് പുരോഗമിക്കുവാൻ, കൂടുതൽ പ്രാപ്തി പ്രാപിപ്പാൻ, കൂടുതൽ സൽഗുണ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇത് മനസ്സിലാക്കാതെ എല്ലാ തെറ്റുകളും പാപങ്ങളാണ്, എല്ലാവരും പാപികളാണെങ്കിൽ മരിച്ചു പോകും, നിങ്ങളെല്ലാവരും രണ്ട് കാലിൽ നടക്കുന്ന ശവങ്ങളാണ്, പിന്നെ ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് മസാജ് ചെയ്ത് തരാം, ഞങ്ങളുടെ പള്ളിയിൽ വന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത് കുമ്പസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഈ ബോധമില്ലാത്ത വർഗം, അവരാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഈ ഒരു വർഗത്തെ കൊണ്ട് എത്രയോ വ്യക്തികൾ പ്രത്യാശ നശിച്ചവരായി, അവർ അവരുടെ വ്യക്തിത്വത്തെ 100% അധപ്പതിച്ച് അവരുടെ ജീവിതം നരകമായിപ്പോയി. ഇവർ മനുഷ്യരാശിക്കെതിരെ ചെയ്യുന്ന കൊടും പാതകം, അതിൻ്റെ അളവ് നാം തിരിച്ചറിയുകയും ഈ ഒരു പടുകുഴിയിൽ വീഴാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ഒന്ന് അപേക്ഷിച്ചുകൊണ്ട് മാത്രം വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദയവായി അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ ഇപ്രകാരമുള്ള ഘോരമായ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയും ഈ കെണിയിൽ വീണു പോകാതിരിപ്പാൻ, ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ നിരന്തരം മുൻപോട്ട് പ്രയാണം ചെയ്യുവാൻ, അങ്ങനെ പ്രയാണം ചെയ്യുന്നതിൽ കൂടുതൽ ആത്മീയമായ സന്തോഷവും ആത്മാഭിമാനവും പ്രാപിപ്പാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും സൽഗുണ പൂർണ്ണതയുണ്ടാകട്ടെ. ഈ സമൂഹം ആത്മീയമായ വളർച്ചയുള്ള വ്യക്തിത്വങ്ങളാൽ ദീപ്തമായി തീരട്ടെ. ആമേൻ, ആമേൻ.